സോ ഗൈസ് ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് നമ്മുടെ മലയാളത്തിൽ അത്യാവശ്യം കുറച്ച് പഴയ പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പടങ്ങളാണ് മെയിൻലി റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റിലീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മെയിൻലി കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളെല്ലാം വലിയ രീതിക്ക് ആഘോഷിക്കപ്പെടുന്നു, എന്നാൽ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വേണ്ട രീതിക്ക് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ റിലീസ് ആയിട്ട് വരുന്ന സിനിമകളെല്ലാം ഹിറ്റ് ആകുമ്പോൾ മറിച്ച് നമ്മുടെ മമ്മൂക്കയുടെ സിനിമകൾ പലതും ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ റിലീസ് പടങ്ങൾ വരുമ്പോഴും നമ്മുടെ മമ്മൂക്ക ഫാൻസ്, ലാലേട്ട ഫാൻസ് ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലീസ് ആയിട്ട് വരുന്ന പടങ്ങളിൽ നമ്മുടെ മമ്മൂക്കയുടെ പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പടങ്ങളെല്ലാം ഹിറ്റ് ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെ പടമാണ് നമ്മുടെ മലയാളത്തിൽ ഇതൊരു റിലീസ് ആയിട്ടുള്ളതെന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ മലയാളത്തിൽ ഫസ്റ്റ് ഈ ഒരു റിലീസ് ട്രെൻഡ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് റിലീസ് ആയ പടം എന്ന് പറയുന്നത് സ്പടികമാണ്. ആൻഡ് പടത്തിന് നല്ല സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100-ൽ കൂടുതൽ സ്ക്രീൻസ് കാര്യങ്ങൾ സ്പടികത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റിലീസ് പടത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ പടം നമ്മുടെ സ്പടികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്പടിക റിലീസ് ആയെന്ന് പറയുന്നത് 2023-ലാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് റിലീസൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2024-ലാണ് പിന്നെ റിലീസ് ആയിട്ടുള്ള പടങ്ങളൊക്കെ വന്നത്. അങ്ങനെ വന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ ദേവദൂതനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് അടുപ്പിച്ച് റിലീസ് ആയ പടങ്ങളെല്ലാം നമ്മുടെ ലാലേട്ടൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മമ്മൂക്കയുടെ പടങ്ങളൊക്കെ റിലീസ് ആവുന്നത്. അതായത് നമ്മുടെ പാലരി മാണിക്യം, ആവനാഴി, വല്യേട്ടൻ പോലുള്ള പടങ്ങൾ. എനിക്ക് തോന്നുന്നു വല്യേട്ടനാണ് ഈ കൂട്ടത്തിൽ റിലീസ് ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുള്ളത്. ആൻഡ് ഇതിന് ശേഷം പിന്നീട് 2025-ലാണ് റിലീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ 2025-ൽ ആദ്യമായിട്ട് റിലീസ് ആയ പടം നമ്മുടെ മമ്മൂക്കയുടെ പടമാണ് നമ്മുടെ വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥയായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ ലാസ്റ്റ് ആയിട്ട് റിലീസ് ആയൊരു പടം. ഇതിന് ശേഷം വന്നതെല്ലാം നമ്മുടെ ലാലേട്ടൻ്റെ പടങ്ങളായിരുന്നു. നമ്മുടെ എമ്പുരാൻ്റെ റിലീസിന് തൊട്ട് മുമ്പ് നമ്മുടെ ലൂസിഫർ ഒന്ന് റിലീസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോട്ടാ മുംബൈ വന്നു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ രാവണ പ്രഭുവും വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ മമ്മൂക്കയുടെ പടങ്ങൾ പലതും ഫ്ലോപ്പ് ആയി പോയപ്പോഴത്തേനും നമ്മുടെ ലാലേട്ടൻ പടങ്ങൾ വലിയ രീതിക്ക് നമ്മുടെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത്. ഇവരുടെ രണ്ടുപേരുടെ പടങ്ങൾ ഇതുവരെ റിലീസ് ആയ പടങ്ങൾ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കിന് ഇതുവരെ വന്ന പടങ്ങളെല്ലാം എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഫാൻസുകാർ ഒരുപാട് ആവശ്യപ്പെട്ട ഒരു സിനിമ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പടം, അല്ലെങ്കിൽ ഒരു കൾട്ട് ഫോളോവിംഗ് ഉള്ളൊരു പടം. അതായത് ഇപ്പോൾ സ്പടികം എന്ന സിനിമ റിലീസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ലാലേട്ട ഫാൻസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ദേവദൂതൻ എന്ന സിനിമ. അങ്ങനെ അവർ ആവശ്യപ്പെട്ട പോലെ തന്നെ ആ സിനിമ റിലീസായി ഒരുപാട് ആൾക്കാർ കയറി കണ്ടു. അത് വലിയൊരു വിജയമായി മാറി. അതിനുശേഷം നമ്മുടെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി കൾട്ട് ക്ലാസിക് പടമായിട്ടുള്ള മണിച്ചിത്രത്താഴ് റിലീസായി. അതും വലിയൊരു വിജയമായി മാറി. അതിനുശേഷമാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ മെയിൻലി റിലീസ് ആവാൻ വേണ്ടി തുടങ്ങിയത്. അതായത് നമ്മുടെ ചോട്ടാ മുംബൈ, രാവണപ്രഭു പോലുള്ള പടങ്ങൾ. ഈ രണ്ട് പടം വന്നിട്ട് ഇപ്പോൾ തിയേറ്ററിൽ എന്താ നടന്നതെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഓൾമോസ്റ്റ് ആഘോഷം എന്നൊക്കെ തന്നെ പറയാം തിയേറ്ററിൽ. നമ്മുടെ ലാലേട്ടൻ പടങ്ങളൊക്കെ തിയേറ്ററിൽ വരുമ്പോഴത്തേക്കിന് നല്ല രീതിക്ക് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻസുകാരും അവരും നല്ല രീതിക്ക് തന്നെ പടം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മമ്മൂക്കയുടെ കാര്യം നോക്കുവാണെങ്കിൽ ആണ് ഫസ്റ്റ് തന്നെ റിലീസ് ആവുന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ പാലേരി മാണിക്യമാണ്. ആസാൻ ആർട്ട് എന്ന രീതി നോക്കുമ്പോഴത്തേന് വേറെ ലെവൽ പടമാണ്. അതായത് മമ്മൂക്കയുടെ തന്നെ 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള പടം, അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം. ഈ ഒരു പടം ഒരിക്കലും ഒരു റിലീസ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും ഒരു തിയേറ്ററിക്കൽ സ്റ്റഫും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം റിലീസ് ഫ്ലോപ്പ് ആയിരുന്നെന്ന് മാത്രമല്ല, നമ്മുടെ മമ്മൂക്കയുടെ റിലീസ് വന്ന പടങ്ങൾ ഏറ്റവും കുറവ് കളക്ഷൻ കിട്ടിയ പടം ഇതാണ്. അതുപോലെ അടുത്തായിട്ട് ഇറങ്ങിയ ആവനാഴി, ആ പടത്തിന്റെ കാര്യം ഇത് തന്നെയാണ്. അതായത് ഒരിക്കലും ഒരു റിലീസ് മെറ്റീരിയൽ അല്ല. അത് പടം അടിപൊളിയാണ്, പക്ഷെ ഈ ഒരു പടം ഒരു റിലീസ് മെറ്റീരിയൽ അല്ല എന്ന് മാത്രമല്ല, പടം ഇറങ്ങുന്നുണ്ടെന്ന് പോലും ആരെ അറിയിച്ചിട്ടില്ല. ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒരു റിലീസ് വന്ന് ഇറക്കി വിട്ടു. അങ്ങനെയാണ് ആവനാഴി റിലീസ് ആയത്. അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലോപ്പ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് വന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ വല്യേട്ടനാണ്. മറ്റു പടങ്ങളൊക്കെ റിലീസ് ആയപ്പോഴത്തേനും നമ്മുടെ മമ്മൂക്ക ഫാൻസ് ആവശ്യപ്പെട്ട പടങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു വല്യേട്ടൻ. അതായത് ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, പക്ഷെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മമ്മൂക്കയുടെ ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി ടു ചോട്ടാ മുംബൈ, ദേവാസുരം ഒക്കെ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് അല്ല ഇത്. വല്യേട്ടനും വലിയ രീതിക്ക് പ്രമോഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ വടക്കൻ വീരഗാഥ റിലീസ് ആവുന്നത്. വടക്കൻ വീരഗാഥ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊമോട്ടൊക്കെ ചെയ്തായിരുന്നു. മമ്മൂക്ക് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എവർ മെയ്ഡ് ആണ് നമ്മുടെ വടക്കൻ വീരഗാഥ. ബട്ട് പടം വലിയൊരു റിലീസ് ഹിറ്റായി മാറിയില്ല. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ റിലീസ് ആവുന്ന പടങ്ങളൊക്കെ മെയിൻലി ഇതുപോലെ തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ റിലീസ് ചെയ്യാൻ വേണ്ടി അവർ ചൂസ് ചെയ്യുന്ന പടങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ റിലീസ് ആയ പടങ്ങൾ ഒരു റിലീസ് മെറ്റീരിയൽ അല്ല. അതായത് നമ്മുടെ തിയേറ്ററിൽ ഒരു വലിയ ആഘോഷമാക്കി മാറ്റാനും പാകത്തിനുള്ള സിനിമകളൊന്നും അല്ല ഇത് റിലീസ് ആയത്. എക്സെപ്റ്റ് വല്യേട്ടൻ നമുക്ക് അങ്ങനെ അത് ഭയങ്കര ആഘോഷിക്കാനുള്ള പടം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഷാജി കൈലാസ് രഞ്ജിത്ത് കോംബോയിൽ വന്ന മറ്റ് സിനിമകളൊക്കെ വെച്ച് നമ്മൾ
നോക്കുമ്പോഴത്തേന് വലിയേട്ടൻ ഒരു ആവറേജ് പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവർ റീ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ നല്ല പടങ്ങളാണ്, പക്ഷെ ഒരിക്കലും ഒരു റീ റിലീസ് മെറ്റീരിയൽ അല്ല എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പറക്കിയ പടങ്ങൾക്ക് പകരം റീ റിലീസ് ചെയ്യേണ്ട പടം എന്ന് പറയുന്നത് നമ്മുടെ രാജമാണിക്യം, മായാവി, തുറുപ്പുകുരാൻ, ബ്ലാക്ക് പോലുള്ള പടങ്ങളാണ്. അല്ലെങ്കിൽ അതുപോലെ കൾട്ട് ഫോളോയിങ് ഒക്കെ ഉള്ള പലരും തിയേറ്ററിൽ ഒന്ന് പോയി കാണാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് പടങ്ങൾ റിലീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിഗ് ബി ഇതുപോലത്തെ പടങ്ങളൊക്കെ റിലീസ് ചെയ്താൽ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി ആഘോഷിക്കാനുള്ള ഒരു വകുപ്പുള്ളൂ. ആൻഡ് ഇനി സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. ഓൾറെഡി ആളുടെ റിലീസ് ആവുന്ന പടങ്ങളൊന്നും ഒരിക്കലും ഒരു തിയേറ്ററിക്കലി റീ റിലീസ് മെറ്റീരിയൽ ആയിട്ടുള്ള പടങ്ങളല്ല. അതിന്റെ കൂടെ ഇവരൊരു പ്രൊമോഷനോ കാര്യങ്ങളും ചെയ്യാതെയാണ് ഈ പടങ്ങളൊക്കെ ഇറക്കി വിടുന്നത്. ഇങ്ങനെ ഒരു റീ റിലീസ് വരുന്നുണ്ടെന്ന് ആൾക്കാരെയൊക്കെ അറിയിക്കണ്ടേ? അതായത് വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ റീ റിലീസ് വരുന്ന പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ. അങ്ങനെ റീ റിലീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിയിക്കണ്ടേ അവരെയെങ്കിലും? അതിനുള്ള പ്രൊമോഷൻ പോലും അവർ ചെയ്യുന്നില്ല. ആകെ ഒരു കുറച്ചെങ്കിലും പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ വടക്കം വീരഗാഥയാണ്. അതുകൊണ്ട് തന്നെയാണ് വടക്കം വീരഗാഥയ്ക്ക് മമ്മൂക്കയുടെ റിലീസായ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയതും. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫാൻസ് ആണ്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു ഫാക്റ്റ് ആണ്, വേറൊന്നുമല്ല. ഒരു പടം റീ റിലീസ് ആകുമ്പോഴത്തേന് ആ ഒരു പടം മെയിൻലി പോയി കാണുന്നത് ഫുൾ ഫാൻസ് ആണ്. ഫാൻസ് കഴിഞ്ഞാൽ പിന്നെ ആ പടത്തിന് പോകുന്നത് നമ്മുടെ കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അതായത് ഈ ഒരു പടം റിലീസ് ആവുന്ന ഒരു പടത്തിന്റെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോകുന്ന ആൾക്കാർ. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ ഫാമിലി ഓഡിയൻസ് കാര്യങ്ങളൊക്കെ. റീ റിലീസ് പടങ്ങൾക്ക് ഫാമിലി ഓഡിയൻസ് ഒക്കെ പോകുന്ന വളരെ ചുരുക്കമാണ്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഫാൻസുകാർ മാത്രം കയറി കണ്ടിട്ടാണ് ഈ പടങ്ങളൊക്കെ ഹിറ്റ് ആക്കുന്നതും. ഇവിടെയാണ് നമ്മുടെ മമ്മൂക്ക ഫാൻസ്, ലാലേട്ടൻ ഫാൻസ് തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടം റീ റിലീസ് ആകുമ്പോഴത്തേക്കിന് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടാതെ ഫാൻസുകാർ നല്ല രീതിക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യും. അത് കൂടാതെ ഈ ഫാൻസുകാർ ഈ ഒരു പടം കണ്ടിട്ടാണ് ഈ പടം വിജയിക്കുന്നതും. എന്നാൽ ഇവിടെ മമ്മൂക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഫാൻസുകാർ, ലാലേട്ടൻ ഫാൻസുകാർ അവരൊരു ലാലേട്ടൻ പടം വരുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ മമ്മൂക്ക ഫാൻസുകാർ പ്രൊമോട്ട് ചെയ്യുന്നത്. ലാലേട്ടൻ ഫാൻസ് എടുക്കുന്ന പോലത്തെ ഒരു എഫേർട്ടൊന്നും മമ്മൂക്ക ഫാൻസ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക പടങ്ങളൊക്കെ മെയിൻലി റിലീസ് വരുമ്പോഴത്തേന് അത് ഹിറ്റ് ആവാത്തതും. ഓൾറെഡി ഞാൻ പറഞ്ഞു, റീ റിലീസ് ചെയ്യുമ്പോഴത്തേന് ഓൾറെഡി ആ റിലീസ് ചെയ്യുന്ന ആൾക്കാർ പടം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫാൻസുകാരെങ്കിലും പ്രൊമോട്ട് ചെയ്യണ്ടേ? ഇത് അവർ പോലും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവർ ചൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ട്. ഫാൻസുകാർ ആവശ്യപ്പെടുന്ന പടങ്ങളൊന്നും അല്ല റീ റിലീസിന് വരുന്നത്, അതൊരു സത്യമാണ്. ബട്ട് എങ്കിലും അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പാകത്തിനുള്ള പടങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇവർ പ്രൊമോട്ട് ചെയ്യാനില്ല. അതൊരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത ഒരിക്കലും ഇതൊരു ഫാൻ ഫൈറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഉണ്ടാകുന്ന ഫാൻ ഫൈറ്റ് ഉള്ളവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സ്വയം നല്ല രീതിക്ക് പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് പോയി പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഫാൻ ഫൈറ്റ് ഒക്കെ എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ മമ്മൂക്കയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയുടെ അടിയിൽ ഫുള്ള് നമ്മൾ നോക്കുവാണെങ്കിൽ ഫുള്ള് ലാലേട്ടൻ ഫാൻസ് വന്നിട്ട് മമ്മൂക്കയെ കളിയാക്കുവാണ്. നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ളവർ എനിക്കറിയത്തില്ല. ഗൈസ്, സ്റ്റോപ്പ് ദിസ് ബുൾഷിറ്റ്. ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും രണ്ടുപേരും അവരുടെ കരിയറിന്റെ ഓൾമോസ്റ്റ് അവസാന സമയങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരെ ജസ്റ്റ് എൻജോയ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്യുക. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഈ ഫാൻ ഫൈറ്റ് ഒക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ ഇവിടെ കിടന്ന് ഫാൻ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ഗുണവും ഇല്ല, അവർക്ക് ദോഷം മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ഇവിടെ കിടന്ന് ഫാൻ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഗുണവും ഇല്ല, നിങ്ങളുടെ സമയം കളയാനേ ഉള്ളൂ. അവരിതൊന്നും ബോധേഡുമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ എല്ലാവരും ഒരിക്കലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.